നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ജ്യോതിഷ വിഭാഗം. കാലചക്രത്തിന്റെ അനന്തഗതിയിൽ മറ്റൊരു വർഷത്തിന്റെ കവാടത്തിൽ നാം എത്തിയിരിക്കുന്നു. ഗ്രഹനക്ഷത്രങ്ങളുടെ സ്ഥിതി, രാശികളുടെ ഗതി, ദശാദിന സ്വാധീനം എന്നിവ ഓരോ മനുഷ്യജീവിതത്തെയും വ്യത്യസ്ത രീതിയിൽ സ്വാധീനിക്കുന്നു. ജന്മനക്ഷത്രം, രാശി, ഗ്രഹസ്ഥാനം, ദശാഭാവം എന്നിവയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന വാർഷിക ജ്യോതിഷഫലം ജീവിതത്തിലെ ഉയർച്ചകളും താഴ്ചകളും മുൻകൂട്ടി അറിയാൻ സഹായിക്കുന്നു. ഈ വാർഷിക ഫലം ഒരു മാർഗദീപം പോലെ പ്രവർത്തിച്ച് മുന്നോട്ടുള്ള വഴി വ്യക്തമായി കാണിക്കുകയും പ്രയാസങ്ങളോട് നേരിടാനുള്ള കരുത്ത് നൽകുകയും ചെയ്യും. ധനകാര്യനില, ആരോഗ്യം, കുടുംബജീവിതം, വിവാഹബന്ധങ്ങൾ, വിദ്യാഭ്യാസം, ജീവനോദ്യോഗം, വ്യാപാരം, ഭൂസമ്പാദ്യം, യാത്രകൾ, ആത്മീയത ഇതൊക്കെയാണ് ഓരോ നക്ഷത്രത്തിൻ്റെയും വാർഷിക ഫലത്തിൽ വിശദീകരിക്കപ്പെടുന്നത്. പൊതുവായ പ്രവചനങ്ങൾക്കൊപ്പം പരിഹാര കർമ്മങ്ങൾ, ദോഷശാന്തി മാർഗങ്ങൾ, ഭക്തിപരമായ നിർദ്ദേശങ്ങൾ എന്നിവയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും ഉറപ്പാക്കാൻ. ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും മനുഷ്യജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ചാലും ശ്രദ്ധാപൂർവമായ പരിശ്രമം, സത്യസന്ധത, ഭക്തി, സഹനശക്തി എന്നിവയാണ് ജീവിതത്തെ യഥാർത്ഥത്തിൽ മാറ്റുന്ന ശക്തികൾ എന്ന സത്യവും ഓർത്തിരിക്കണം. 27 നക്ഷത്രങ്ങളുടെയും ഒരു വർഷത്തേക്കുള്ള വിശദമായ ഗുണദോഷ ഫലങ്ങളും പ്രധാന ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അനുയോജ്യമായ പരിഹാരങ്ങളും ഇവിടെ നൽകുന്നുണ്ട്. ഇതൊരു വാർഷിക പൊതുഫലം മാത്രമാണ്. വ്യക്തിഗത ജാതകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫലങ്ങളിൽ വ്യത്യാസമുണ്ടായേക്കാം. നക്ഷത്രഫലങ്ങൾ. അശ്വതി. കരിയറിൽ പുരോഗതികൾ കാണുന്നു. യാത്രാ അവസരങ്ങൾ വന്നു ചേരും. പുതിയ പദ്ധതികൾക്ക് പിന്തുണ ലഭിക്കും. ചിലവുകൾ കൂടാൻ സാധ്യതയുള്ള കാലമാണ്. ആരോഗ്യത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും, അതായത് തലവേദന, കണ്ണ് സംബന്ധമായ അസ്വസ്ഥതകൾ. പരിഹാരത്തിനായി ചൊവ്വാഴ്ച ദിവസം ഹനുമാൻ ആരാധനയും ചുവപ്പ് വസ്ത്രധാരണവും രക്തദാനവും ഗുണം ചെയ്യും. ഭരണി. സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള കാലമാണ്. കുടുംബത്തിൽ സന്തോഷമുണ്ടാകും. ഭൂമി, വീട് സംബന്ധമായ കാര്യങ്ങളിൽ നേട്ടം അനുഭവിക്കാൻ യോഗമുണ്ട്. അതേപോലെ തന്നെ മാനസിക സമ്മർദ്ദവും അനാവശ്യ തർക്കങ്ങളും ഉണ്ടാവാനുള്ള ഇടയുണ്ട്. പരിഹാരത്തിനായി ശുക്രവാഴ്ച ദുർഗാസ്തുതി, വെള്ളവസ്ത്രം ധരിക്കൽ, വെള്ളക്കൊടി നട്ടു വളർത്തൽ എന്നിവ ചെയ്യുക. കാർത്തിക. നേതൃസ്ഥാനങ്ങൾ ഏറ്റെടുക്കാനും തൊഴിൽ മേഖലയിൽ ബഹുമതികൾ ലഭിക്കാനും ദീർഘകാല പദ്ധതികൾ വിജയങ്ങളിലെത്താനും സാധ്യതയുള്ള കാലമാണ്. കുടുംബ ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. വാക്കുകൾക്ക് നിയന്ത്രണമില്ലെങ്കിൽ പ്രശ്നങ്ങൾ ഗുരുതരമായേക്കാം. പരിഹാരത്തിനായി കാർത്തിക ദീപം തെളിയിക്കൽ, അഗ്നിഹോത്രം, അന്നദാനം എന്നിവ നടത്തുക. രോഹിണി. ധനവർധന, കലാരംഗത്ത് പുരോഗതി, ദാമ്പത്യ സൗഖ്യം എന്നിവ കാണുന്നു. ചിലവുകളിൽ നിയന്ത്രണമില്ലെങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കാനിടയുണ്ട്. അമിത ഭക്ഷണം മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. പരിഹാരത്തിനായി ചന്ദ്രവാഴ്ച ഉപവാസം അനുഷ്ഠിക്കുക, വെള്ളം, പാൽ എന്നിവ ദാനം ചെയ്യുക, ശിവപൂജ നടത്തുക. മകയിരം. പഠന ഗവേഷണ വിജയ സാധ്യതകൾ കാണുന്നു. വിദേശാവസരങ്ങൾ ഉണ്ടാകും. പുതിയ സൗഹൃദങ്ങൾ വന്നു ചേരും. മനോവിഷമം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വാഗ്ദാനങ്ങളിൽ വീഴ്ചയുണ്ടാവാനും സാധ്യതയുണ്ട്. പരിഹാരത്തിനായി ചന്ദ്രവാഴ്ച ചന്ദ്ര നമസ്കാരം നടത്തുക, വെള്ളക്കല്ല് ധരിക്കുക, ശിവങ്കൽ, കദളിപ്പഴം നേദിക്കുക. തിരുവാതിര. പ്രതിസന്ധിയിൽ നിന്നും ഉയർച്ച ലഭിക്കും. സാങ്കേതിക തൊഴിൽ മേഖലകളിൽ നേട്ടമുണ്ടാവാനും സാധ്യതയുണ്ട്. കോപം, വാക്കുകളുടെ മൂർച്ച എന്നിവ അപകടം വിളിച്ചു വരുത്തും. പരിഹാരത്തിനായി വെള്ളിയാഴ്ച രുദ്രാഭിഷേകം നടത്തുക, ശിവനാമം ജപം നടത്തുക. ഇളം നിറമുള്ള വസ്ത്രധാരണവും ഉത്തമം. പുണർദം. കുടുംബത്തിൽ സൗഖ്യമുണ്ടാകും. വിടുവിസ്തൃതി ഉണ്ടാകും. പഴയ കാര്യങ്ങളിൽ വിജയം നേടാനും സാധ്യതയുള്ള കാലമാണ്. ആരോഗ്യത്തിൽ ചെറിയ ഇറക്കുമാറ്റങ്ങൾ ഉണ്ടാകും. പ്രവാസ ജീവിതത്തിൽ പ്രയാസം അനുഭവപ്പെടും. പരിഹാരത്തിനായി വ്യാഴാഴ്ച ദിവസങ്ങളിൽ ദാനധർമ്മം നടത്തുക, ഗുരുസേവ,
മഞ്ഞ വസ്ത്രം ധരിക്കൽ എന്നിവ ഗുണം ചെയ്യും. പൂയം ആത്മവിശ്വാസം വർദ്ധിക്കും. മതപരമായ യാത്രകൾക്ക് അനുയോജ്യമായ കാലമാണ്. പഠനത്തിൽ മികവ് പുലർത്തും. അധിക ചുമതല ക്ഷീണം വരുത്താൻ ഇടയുണ്ട്. പരിഹാര കർമ്മത്തിനായി ശനി, വ്യാഴം ദിവസങ്ങളിൽ ഗുരുദേവാലയ ദർശനം നടത്തുക. തേങ്ങാന്തീർ ദാനം, ഗുരുമന്ത്രജപം എന്നിവയും മുടങ്ങാതെ പാലിക്കുക. ആയില്യം രഹസ്യമായ നേട്ടങ്ങളുണ്ടാകും. രാഷ്ട്രീയ ബന്ധങ്ങളിൽ വളർച്ചയുണ്ടാവാനും സാധ്യതയുള്ള കാലങ്ങളാണ്. ആരോഗ്യത്തിൽ വയറു സംബന്ധമായ പ്രശ്നങ്ങൾ വരാനിടയുണ്ട്. തെറ്റായ സൗഹൃദങ്ങൾ അപകടങ്ങൾ വിളിച്ചു വരുത്തും. പരിഹാരത്തിന് നാഗപൂജ, നാഗദോഷ പരിഹാരം, പാൽ നിവേദ്യം എന്നിവ നടത്തുക. മകം സ്ഥാനവർധന, സ്വത്ത് സംബന്ധമായ നേട്ടങ്ങൾ ഉണ്ടാകും. പിതൃാനുഗ്രഹം ലഭിക്കും. അമിത ആഗ്രഹങ്ങൾ ദോഷം ചെയ്യും. മുതിർന്നവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. പരിഹാരത്തിന് പിതൃതർപ്പണം, പിതൃഗായത്രി ജപം, ശിവക്ഷേത്ര ദർശനം എന്നിവ പാലിക്കുക. പൂരം കലാപ്രതിഭ തെളിയിക്കൽ, സൗഹൃദത്തിൽ വളർച്ച, വിവാഹയോഗം എന്നിവ കാണുന്നു. വിനോദത്തിൽ അമിത ശ്രദ്ധ, ചിലവ് കൂടുതൽ എന്നീ കാര്യങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തുക. ലക്ഷ്മി നാരായണ പൂജ, വെള്ള പിങ്ക് വസ്ത്രം ധരിക്കൽ, ശുക്രമന്ത്രം ജപം എന്നിവ പരിഹാരത്തിന് ഗുണം ചെയ്യും. ഉത്രം ബിസിനസ് മേഖലയിൽ നേട്ടമുണ്ടാകും. കുടുംബത്തിൽ സന്തോഷ വാർത്തകൾ വരാനും സാധ്യതയുണ്ട്. കൂട്ടാളികളുമായി പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആരോഗ്യത്തിൽ അല്പം ക്ഷീണം കാണുന്നുണ്ട്. സൂര്യ നമസ്കാരം ചെയ്യുന്നതും ചുവന്ന പുഷ്പം നിവേദിക്കുന്നതും അന്നദാനം നടത്തുന്നതും ഉത്തമ പരിഹാരം. അത്തം കരകൗശല കലയിലുള്ള വിജയം, തൊഴിലിൽ സ്ഥിരതയുണ്ടാകും. കപട സുഹൃത്തുക്കൾ, ധനനഷ്ടം എന്നിവ കാണുന്നു. ചന്ദ്രവാഴ്ച, വെള്ളപുഷ്പം സമർപ്പിക്കൽ, ശാന്തികർമ്മം എന്നിവ പരിഹാരത്തിന് ഉത്തമം. ചിത്തിര സൃഷ്ടിപരമായ നേട്ടം, വീടുപണി, കലാഭിനയം എന്നിവ കാണുന്നു. അമിതാഭിമാനം, ബന്ധങ്ങളിൽ അകൽച്ച എന്നിവയ്ക്ക് സാധ്യതയുള്ള കാലമാണ്. പരിഹാരത്തിനായി വിഷ്ണു പൂജ, നീല വസ്ത്രങ്ങളോ വെള്ള വസ്ത്രങ്ങളോ ധരിക്കാവുന്നതാണ്. ചന്ദനധൂപം നടത്തുക. ചോതി വിദേശ വ്യാപാരം, സാമ്പത്തിക വർധന, വിദ്യാഭ്യാസ മേഖലയിൽ നേട്ടം എന്നിവ കാണുന്നു. യാത്രകളിൽ തടസ്സം, ആരോഗ്യത്തിൽ സന്ധിവേദന എന്നിവയുണ്ടാവാനുണ്ട്. വാസ്തുദോഷ പരിഹാരങ്ങളും വാതാവരണ ശുദ്ധീകരണവും തുളസി വൃക്ഷ ആരാധനയും പരിഹാരത്തിന് ഉത്തമം. വിശാഖം പല മേഖലകളിലും വിജയം, മതസാമൂഹിക സേവനങ്ങൾ നടത്തുന്നതും ഉത്തമം. അനാവശ്യ വാക്കുകൾ മൂലം പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുള്ള കാലമാണ്. ജാഗ്രത പാലിക്കുക. വ്യാഴാഴ്ച പൂജ നടത്തുന്നതും ഗുരുമന്ത്രം ജപിക്കുന്നതും അന്നദാനം നടത്തുന്നതും പരിഹാരത്തിന് ഉത്തമം. അനിഴം സൗഹൃദങ്ങളിൽ വർധനകൾ കാണുന്നു. യാത്രാനുഭവങ്ങളുണ്ടാകും. സാമ്പത്തിക നേട്ടത്തിനും ഉചിതമായ കാലമാണ്. ആരോഗ്യത്തിൽ ചെറിയ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ചില പദ്ധതികൾ വൈകിപ്പോകാനും സാധ്യതയുണ്ട്. പരിഹാരത്തിനായി ശനിമന്ത്രം ജപിക്കുക, ശനിശാന്തി വരുത്തുക, കറുത്ത എള്ള് ദാനം ചെയ്യുക. തൃക്കേട്ട അധികാര വർധനയ്ക്കും ഭൂമി, വസ്തു എന്നിവ നേടുന്നതിനും ഉചിതമായ കാലമാണ്. മാനസിക സമ്മർദ്ദത്തിനും ബന്ധങ്ങളിൽ അവിശ്വാസമുണ്ടാവാനും ഇടയുണ്ട്. പരിഹാരത്തിനായി ദുർഗാപൂജ, ചുവന്ന പുഷ്പം സമർപ്പിക്കൽ, ധ്യാനം എന്നിവ ഉത്തമം. മൂലം ഗവേഷണ വിജ്ഞാനത്തിൽ വളർച്ചയുണ്ടാകും. ആത്മീയ പുരോഗതിക്കും ഉത്തമമായ കാലമാണ്. കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്. യാത്രാ പ്രതിബന്ധങ്ങൾ ഉണ്ടാകും. പരിഹാരത്തിനായി നാഗദേവത ആരാധനയും തുളസി പൂജയും
ഹനുമാൻ ചാലീസ ജപവും മുടങ്ങാതെ ചെയ്യുക. പൂരാടം വിദേശ അവസരം, കലാപ്രതിഭ എന്നിവ കാണുന്നു. വ്യക്തികളോടുള്ള അമിത വിശ്വാസം നിയമപ്രശ്നങ്ങളിൽ കൊണ്ടു ചെന്നെത്തിക്കാൻ സാധ്യതയുണ്ട്. പരിഹാരത്തിനായി ജലദാനം, നീല വസ്ത്രം ധരിക്കൽ, ഗംഗാജല പൂജ എന്നിവ നടത്തുക. ഉത്രാടം നേതൃത്വ വിജയവും പുത്തൻ പദ്ധതികൾ ആവിഷ്കരിക്കാനുമുള്ള കാലമാണ്. ആത്മവിശ്വാസം കുറയ്ക്കുക, കൂട്ടാളികളുമായി പ്രശ്നങ്ങളുണ്ടാവാൻ ഇടയുണ്ട്, ജാഗ്രത പാലിക്കുക. പരിഹാരത്തിനായി സൂര്യപൂജ, ചുവന്ന പുഷ്പം ദാനം ചെയ്യൽ, വൃക്ഷാരോഹണം എന്നിവ നടത്തുക. തിരുവോണം വിജ്ഞാനവർദ്ധന, തൊഴിൽ മേഖലയിൽ സ്ഥിരത എന്നിവ കാണുന്നു. കുടുംബത്തിൽ ദുരിതവും അഭിപ്രായ വ്യത്യാസവും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വിഷ്ണു പൂജ നടത്തുന്നതും മഞ്ഞ വസ്ത്രം ധരിക്കുന്നതും വേദപാരായണം നടത്തുന്നതും പരിഹാരത്തിന് ഉചിതം. അവിട്ടം സാമ്പത്തിക നേട്ടമുണ്ടാവാനുള്ള കാലമാണ്. വാസ്തു വികസനത്തിനും സാധ്യതകളുണ്ട്. അപകട സാധ്യത മുൻകൂട്ടി കാണുന്നു. ചിലവുകൾ കൂടാൻ ഇടയുണ്ട്. ശിവപൂജ നടത്തുന്നതും കാപ്പ് പുഷ്പം സമർപ്പിക്കുന്നതും ഭജനകളിൽ പങ്കെടുക്കുന്നതും പരിഹാരത്തിന് ഉചിതം. ചതയം രോഗശാന്തി ലഭിക്കും. രഹസ്യമായ വിജയങ്ങൾ കൈവരിക്കാനും സാധ്യതയുള്ള കാലമാണ്. മാനസിക സമ്മർദ്ദം ഉണ്ടാവാനിടയുണ്ട്. ഒറ്റപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാവാനും ഇടയുണ്ട്. രാഹുകേതു പൂജ നടത്തുന്നതും നീലപുഷ്പം ദാനം ചെയ്യുന്നതും യോഗാധ്യാനം നടത്തുന്നതും പരിഹാരത്തിന് ഉത്തമം. പൂരുരുട്ടാതി ആത്മീയമായ വളർച്ചയ്ക്കും ഗവേഷണ വിജയത്തിനും സാധ്യതയുള്ള കാലമാണിത്. ആരോഗ്യത്തിൽ അസ്വസ്ഥത, കുടുംബത്തിൽ സമ്മർദ്ദം എന്നിവ കാണുന്നു. ഗുരുപൂജയും വെള്ളവസ്ത്രം ധരിക്കുന്നതും പരിഹാരത്തിന് ഉത്തമം. ഉത്രട്ടാതി ദീർഘകാല പദ്ധതികൾ വിജയകരമായി പര്യവസാനിക്കും. സൗഹൃദങ്ങളിൽ വർധനയുണ്ടാകും. ജോലിക്കാര്യങ്ങളിൽ സമ്മർദ്ദം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. വൈകല്യങ്ങൾക്കും സാധ്യത കാണുന്നു. പരിഹാരത്തിന് വിഷ്ണു പൂജ, തുളസി പൂജ, ഗീതാപാരായണം എന്നിവ മുടങ്ങാതെ ചെയ്യുക. രേവതി സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതിയുള്ള കാലമാണ്. ദയാഭാവമുണ്ടാവണം. യാത്രാനുഭവങ്ങൾ ഉണ്ടാകും. ആരോഗ്യത്തിൽ പരിപൂർണ ശ്രദ്ധ ആവശ്യം. കള്ളവാർത്ത, വഞ്ചന എന്നിവയ്ക്ക് സാധ്യതകളുണ്ട്. പരിഹാരത്തിന് ഗണപതി പൂജയും മഞ്ഞപുഷ്പം അർപ്പിക്കലും ദീപം തെളിയിക്കലും നടത്തുക. ശ്രോതാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇത് പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. വ്യക്തിഗത ജാതകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫലങ്ങളിൽ വ്യത്യാസങ്ങളുണ്ടായേക്കാം. വ്യക്തിഗത ജാതകങ്ങളെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ ആവശ്യമെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നന്ദി. ശുഭദിനം.